ഹലോ, എൻ്റെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും മോളും അഖിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് അഖിലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആകെ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയി കേട്ടോ. പിന്നെ ചോറിനുള്ള അരി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വേഗം കുളിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുവാണ്. അവരെ കഴിപ്പിക്കുന്ന കാര്യം ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരാൾ കഴിച്ചെങ്കിൽ മാത്രം അടുത്ത ആൾ കഴിക്കുകയുള്ളൂ. കുഞ്ഞുവാവ് വേണ്ടാന്ന് പറയണമെങ്കിൽ പിന്നെ പീലിമോൾക്കും വേണ്ട. കുഞ്ഞുവാവ് കഴിക്കുവാണെങ്കിൽ പീലിമോളും കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം അവരെ കൊണ്ട് ചപ്പാത്തി കഴിപ്പിച്ചു. കൂടെ ഞാനും കഴിക്കുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഷെൽഫിൻ്റെ അടുത്തിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പീലിമോൾക്കും കുഞ്ഞുവാവക്കും ഇല്ലേ ഈ ജനലിൻ്റെ അടുത്തിരുന്ന് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പുറത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കും. കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ രണ്ടുപേരും ഈ ജനലിൻ്റെ അടുത്ത് വന്ന് ഇരിക്കും കേട്ടോ, കസേരയും വലിച്ചിട്ടിട്ട്. പിന്നെ ഞാൻ ഓർത്തു അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരെയും ഒരുക്കുവാണ്. പീലിമോള് ചില സമയത്തൊക്കെ ഇരുന്ന് തരും കേട്ടോ ഒരുക്കാനായിട്ട്. കണ്ണെഴുതാനും തിരികെ എഴുതാനൊക്കെ ഇരുന്ന് തരും. പിന്നെ ഇതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് മാത്രം. അങ്ങനെ രണ്ടുപേരും കണ്ണെഴുതിച്ചു, പിരികെഴുതിച്ചു, പൊട്ടും തൊട്ട് ഇനി മുടി കെട്ടണം കേട്ടോ. മുടി കെട്ടിക്കൊടുക്കുന്നതാണെങ്കിൽ അതിലും വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. പീലിമോളാണെങ്കിൽ തല ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുഞ്ഞുവാവിനെയും കണ്ണെഴുതിച്ചു, പൊട്ടും തൊടിച്ചു, പൗഡറൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പീലിമോൾ എന്താണോ കാണിക്കുന്നത് അത് കുഞ്ഞാവ കാണിക്കും. കുഞ്ഞാവ എന്ത് കാണിക്കുന്നോ അത് പീലിമോളും കാണിക്കും. അങ്ങനെയാണ് കേട്ടോ. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. പൗഡർ ഇടാനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൈ കൊടുക്കാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോകാൻ നേരമാകുമ്പോഴേക്കും നല്ല ഡ്രസ്സ് ഇടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ട്. ഇന്നലെ അലക്കിയ തുണി മൊത്തം സ്റ്റാൻഡിൽ കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുക്കുകയാണ്. അങ്ങനെ തുണിയെല്ലാം മടക്കി ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഇങ്ങനെയെല്ലാം കൊണ്ടുപോയി മടക്കി വെച്ചാലും എല്ലാവരെയും സെപ്പറേറ്റ് വെച്ചാലും കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ നേരത്ത് എൻ്റെ മോനെ എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കും അവൻ്റെ ഷോർട്ട്സ് എവിടെ, അതേപോലെ ഷർട്ട് എവിടെ, ഇന്നർ എവിടെ, അങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കും കേട്ടോ. എല്ലാം എടുത്ത് കൈ കൊടുക്കണം. അപ്പോൾ അതേ എല്ലാം കൊണ്ടുപോയി വെക്കുവാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ അന്നന്ന് എടുക്കാനുള്ള ഉടുപ്പുകളൊക്കെ ഇല്ലേ അത് സ്റ്റാൻഡിൽ തന്നെ വെക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ളത്. പിന്നെ അവർ പോകാനായിട്ട് റെഡിയായി. അവർ 4 പേരും കൂടി പോവുകയാണ്. പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കിച്ചണിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചത്തേക്ക്. എന്നാലും ഞാൻ കുറച്ച് ചെറുപയർ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കടയിൽ പോകാൻ മടിയായിട്ടോ, തേങ്ങയില്ല. പിന്നെ അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ ഈ ചെറുപയറും കൂടി വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാത്രം കഴുകി വെക്കുന്നതില്ലേ അതെപ്പോഴും നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടും നമ്മുടെ ചെറുപയർ കഴുകി വാരി എടുക്കുന്നുണ്ട്. കഴുകിയിട്ടാണ് കേട്ടോ, ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് വാരി വെച്ചത്, മുളപ്പിക്കാനായിട്ട് വെച്ചത്. എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുവാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. ഉള്ളി നോക്കിയപ്പോഴേക്കും ഒരു 2-3 ഉള്ളിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ടേ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളകും കൂടി കീറിയെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ചേർക്കുന്നില്ല. ഇത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ
വൈകുന്നേരം ചായക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എരിവില്ലാതെയാണ് കേട്ടോ എടുക്കുന്നത്, പച്ചമുളക് മാത്രം ഇട്ടാണ്. അങ്ങനെ ഇതേ കടുക് തളിച്ചിട്ട് നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് കീറി എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറുപയർ അവിടെ വേവിക്കാനിട്ടതിന് ശേഷം നമ്മുടെ സ്ഥിരം പരിപാടിയായ കൗണ്ടർ ടോപ്പ് തുടക്കൽ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി. അപ്പോഴേക്കും ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട്. ചിക്കൻ കറിയും കൂട്ടി മോന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ കറിയും കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാമേ. ബായ്.